ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ മനോഹരമാണ് ഈ സുദിനം, അനുഗ്രഹദായകമാണ്, സന്തോഷപ്രദായകമാണ് ഈ ദിവസം. കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ, അന്തോണീസ് പുണ്യാളച്ചൻ്റെ ജന്മദിനം, ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം. ഇത്രവിധ പ്രാധാന്യമുള്ള പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരു ചെറിയ കവിതയിൽ ഇന്നിന് അനുയോജ്യമായ സന്ദേശം ഞാൻ പങ്കുവയ്ക്കാം. പണ്ട് +2 പഠിക്കാനുണ്ടായ ഒരു കവിതയാണ്. കവിതയുടെ പേര് മൺകുടത്തിൻ്റെ വില. കവിത ഇങ്ങനെയാണ്: ഒരു പെൺകുട്ടി മൺകുടം കൊണ്ട് വെള്ളം കോരി തൻ്റെ വിളവുകൾക്ക് പ്രാണനീര് നൽകുന്നു. അവിടെ വെണ്ടയും മത്തനും ഇളവനും വർണ്ണപ്പകിട്ടാർന്ന പുഷ്പങ്ങളും ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കണേണ്. തേനീച്ച മധു നുകരുന്നു. ചിത്രശലഭം വട്ടമിട്ട് പറക്കുകയാണ്. അവൾ മൺകുടം കൊണ്ട് നട്ടുവളർത്തിയ വിളസമൃദ്ധിയിൽ അസൂയാലുവായ വണ്ട് വട്ടമിട്ട് പറക്കുന്നു. അവൾ മതിമറന്ന് നിൽക്കുമ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു, മക്കളെ സൂക്ഷിക്കണേ, മൺകുടം കുശവനിൽ നിന്ന് കടം വാങ്ങിയതാണ്, കുടത്തിൻ്റെ കടം ഇതുവരെയും കൊടുത്തു വീട്ടിയിട്ടില്ല, മകളെ സൂക്ഷിക്കണേ. മകൾ അമ്മയോട് പറഞ്ഞു, ഇല്ലമ്മ, ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എന്നും വിളവുകൾക്ക് പ്രാണനീര് നൽകി കുശവൻ ആരെ വിളിക്കാറുണ്ട്. കുശവൻ വരാതെ എങ്ങനെയാണമ്മ കുടത്തിൻ്റെ കടം കൊടുത്തു വീട്ടുക? അമ്മ പറഞ്ഞു, മകളെ സൂക്ഷിക്കണേ, കുശവൻ നമ്മെ പരീക്ഷിക്കുന്നതാവാം. കുശവൻ്റെ മകൾ കാളി എപ്പോഴാണ് വരുന്നതെന്ന് നിനക്കറിയില്ല. മൺകുടം ഉടച്ചു കളഞ്ഞാൽ കുടത്തിൻ്റെ കടം എങ്ങനെ കൊടുത്തു വീട്ടും? കഥ തീർന്നു, കാര്യം ബാക്കി. +2 പഠിക്കാനുണ്ടായ P. കുഞ്ഞിരാമൻ നായരുടെ ബിംബാത്മകമായ കവിതയാണ് മൺകുടത്തിൻ്റെ വില. ഇത് വിശുദ്ധ ഗ്രന്ഥവുമായി, സ്വർഗാരോപണ തിരുനാളുമായി, സ്വാതന്ത്ര്യദിനമായി, അന്തോണീസിൻ്റെ തിരുനാളുമായി അച്ഛൻ ബന്ധപ്പെടുത്തി പറഞ്ഞു തരാം. അപ്പോൾ കുശവനെന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്. കുശവനെന്ന് പറയുന്നത് ദൈവമാണ്. മൺപാത്രത്തിൽ നിധി കിട്ടി, യേശു എന്നൊരു നിധി കിട്ടി. അപ്പം മൺപാത്രം നമ്മുടെ ക്ഷണഭങ്കുരമായ ജീവിതമാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ പിന്തിരിയും. അപ്പോൾ കുശവൻ ദൈവമാണ്, മൺകുടം നമ്മൾ ഓരോരുത്തരുമാണ്. അമ്മ ദൈവശബ്ദമാണ്. ആ ശബ്ദം അപ്പനാകാം, അമ്മയാകാം, ടീച്ചറാകാം, സോഷ്യൽ മീഡിയ ആകാം, സുഹൃത്തുക്കളാകാം. മക്കളെ സൂക്ഷിക്കണേ. ഇനി പുഷ്പങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലെ പുണ്യങ്ങളാണ്, സുഹൃതങ്ങളാണ്. കാളി എന്ന് പറയുന്നത് മരണമാണ്. കടമെന്ന് പറയുന്നത് അന്ത്യവിധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റ വാചകത്തിൽ ബൈബിൾ പശ്ചാത്തലത്തിൽ ഒന്ന് ഈ കവിതയെ വിശകലനം ചെയ്താൽ, ദൈവം കടമായി തന്ന മൺകുടമാണ് മനുഷ്യജീവിതം. ഇത് തച്ചുടച്ച് കളയാതെ അതിൽ സുഹൃതങ്ങൾ കൊണ്ട് നിറച്ച്, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് ദൈവം വിളിക്കുമ്പോൾ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിലേക്കും സ്വാതന്ത്ര്യദിനത്തിലേക്കും അതുപോലെ തന്നെ അന്തോണീസിൻ്റെ ജന്മദിനത്തിലേക്കും പോകുമ്പോൾ ഒരു കാര്യം ക്ലിയറാണ്: ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, നന്മ തിന്മയെ വിവേചിച്ച് നന്മയിലൂടെ നടക്കുവാൻ. അപ്പോൾ സെയിൻറ്റ് ആനിയുടെ ജീവിതത്തിൽ നിന്നും മാതാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. 5 വഴികളിലൂടെ വേണം നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, നിത്യമായ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ. 1, സ്വർഗം കൊളുത്തി വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. അപ്പോൾ മക്കളെ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കുന്ന ഭാരതത്തിൽ, നമ്മളായിരിക്കുന്ന കേരളത്തിൽ തെറ്റിലേക്ക് വീഴ്ത്താൻ, മൺകുടം ഉടച്ചു കളയാനുള്ള ഏകദേശം 9 തിന്മകളുടെ മധ്യയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. 1, പൊളിറ്റിക്സ് വിത്തൗട്ട് ഐഡിയൽസ്, തത്വദീക്ഷിതമില്ലാത്ത രാഷ്ട്രീയം. അതാണ് ഇന്ന് നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ. നമ്മുടെ 2 സിസ്റ്റേഴ്സ് തടവറയിൽ കഴിഞ്ഞെങ്കിൽ അതിന് കാരണം അതുതന്നെയാണ്, തത്വദീക്ഷിതയില്ലാത്ത രാഷ്ട്രീയം. ഏതൊരു വ്യക്തി പറഞ്ഞു, എന്താണ് പൊളിറ്റിക്സ്? പൊളിറ്റിക്സ് ഈസ് മീറ്റിംഗ്, ഈറ്റിംഗ് ആൻഡ് ചീറ്റിംഗ്. അതാണ് നമ്മളുടെ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞതല്ല, പക്ഷേ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടത്. 2, വേജസ് വിത്തൗട്ട് വർക്ക്, വേതനയില്ലാതെ വേതനം.
ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ, കിമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ, എന്തിനും ഏതിനും കോഴ കൊടുത്താലേ, പാർട്ടിക്കാരെ പ്രീതിപ്പെടുത്തിയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. തുറന്ന് പ്രവർത്തിക്കുന്നതിൽ അടച്ചു പൂട്ടുന്ന ഒരവസ്ഥയാണ്. അതിന് ഉദാഹരണം കിറ്റെക്സ് നമുക്കറിയാം. മൂന്നാമത്തേത് സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രമാണ്. ഈ ദിവസങ്ങളിൽ നടന്ന യുദ്ധങ്ങളൊക്കെ എത്ര പേര് മനുഷ്യത്വമില്ലാതെ മരിച്ചുപോയി നമുക്കറിയാം. കോമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, അതായത് ധാർമ്മിക ബോധമില്ലാത്ത വ്യാപാരം. നമ്മുടെ ഫിലിമുകൾ, നമ്മുടെ ചില നീലച്ചിത്രങ്ങൾ അധാർമിക മൂല്യങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്, ബലിയില്ലാത്ത ആരാധന. ആരോ പറഞ്ഞു, വിളക്ക് കെടുത്തി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, വെളിച്ചമേ നയിച്ചാലും. എന്ത് പ്രാർത്ഥന! അതാണ് പറഞ്ഞത്, ബലിയില്ലാത്ത ആരാധന. പേരിന് വേണ്ടി അമ്പലത്തിൽ, മോസ്കിൽ, പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തികൾ. ലൈഫ് വിത്തൗട്ട് ഹോപ്പ്, നിസ്സാര കാര്യം മതി ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവണതയിലാണ് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ, അതായത് സ്വഭാവശുദ്ധിയില്ലാത്ത വിദ്യാഭ്യാസം. ആർ വെങ്കിട്ടരാമൻ ഒരിക്കൽ പറഞ്ഞു, വി ടീച്ച് അവർ ചിൽഡ്രൻ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, സി ഫോർ ഡോഗ് എന്ന്. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറഞ്ഞാണ്, നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൂടാ? മതേതര രാഷ്ട്രമല്ലേ, ഒരു റെസ്പെക്റ്റ് ഉണ്ടായില്ലേ? എ ഫോർ അള്ള, ബി ഫോർ ബുദ്ധ, സി ഫോർ ക്രൈസ്റ്റ്, ഡി ഫോർ ദേവൻ ഓർ ദേവി എന്ന് പറഞ്ഞാൽ എത്ര നല്ല മതസ്വാതന്ത്ര്യമാണ്, മതേതര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ്. ഇനി അവസാനമായി ക്രിറ്റിസിസം വിത്തൗട്ട് റൈറ്റ് നോളേജ്, കൃത്യമായ അറിവില്ലാതെ നോമാൻസ് ലാൻഡിലേക്ക് വന്ന എല്ലാ ഹിക്കാൻ ഹാരിയും അണ്ടനും അടകോടനും വേണ്ടുന്നതൊക്കെ എഴുതുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്. അപ്പോൾ 9 തിന്മകളുടെ നടുവിലാണ് ഈ കവിതയും സ്വാതന്ത്ര്യദിനവും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും അന്തോണീസിൻ്റെ പിറവി തിരുനാളും സന്ദേശം നൽകുന്നത്. ഈ അന്തോണീസും അതുപോലെ തന്നെ മാതാവും നമ്മളോട് പറയാം, മക്കളെ സൂക്ഷിക്കണേ, മൺകുടം ഉടച്ചു കളയല്ലേ. മൺകുടം ഉടച്ചു കളഞ്ഞാൽ കുടത്തിൻ്റെ കടം എങ്ങനെ കൊടുത്തു വീട്ടും? ഉടയാതിരിക്കാൻ സ്വർഗം കൊളുത്താം. സ്വർഗം കൊളുത്താം. സ്വർഗം കൊളുത്താനുള്ള 3 വഴികളാണ് ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി. എനിക്ക് ധാരാളം വ്യക്തികളറിയാം, അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ മാത്രമേ അന്നത്തെ ദിവസം ശോഭനമാവുകയുള്ളൂ, അനുഗ്രഹദായകമാവുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. ഇന്ന് എന്തു പറ്റി? യുവതി യുവാക്കളും കുട്ടികളും ഒക്കെ ഔട്ടായി. 50+ ആൾക്കാർ മാത്രമാണ് ഇന്ന് വിശുദ്ധ ബലിക്ക് പോകുന്നത്. അത് അമ്പലമായാലും മോസ്കായാലും ഇതൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി കുടുംബ പ്രാർത്ഥനയാണ്. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യയാകുമ്പോൾ രാമനാമം പ്രാർത്ഥിക്കുന്ന ഹൈന്ദവരുണ്ട്. അപ്പുറത്ത് ബാങ്ക് വിളിക്കുന്നു, വീട്ടിൽ കർത്താവിൻ്റെ മാലാഖ. സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയി സന്ധ്യാപ്രാർത്ഥന? സീരിയൽ പ്രാർത്ഥനയായിട്ട് മാറിയില്ലേ? ക്വാളിറ്റി ടൈം കർത്താവിന് കൊടുക്കണം. 6 മണി തുടങ്ങി 9 മണി വരെയുള്ള സമയമാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അത് കൊടുക്കാനായിട്ട് സാധിക്കണം. വചനഭക്തി, കാരണം വചനം യേശുവാണ്. നമ്മൾ ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, പ്രചരിപ്പിക്കണം. നമ്മൾ സുവിശേഷമാകണം, സുവിശേഷം ഏകണം, സദ്വാർത്തയാകണം, പത്രവാർത്തയാകരുത്. ഈ ദിവസങ്ങളിൽ ആ സിസ്റ്ററിനെ, ആ 2 സിസ്റ്റേഴ്സിനെയും നമുക്കറിയാം. നമ്മുടെ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസ് സിസ്റ്റേഴ്സിനെ ആരും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ അവരെ ഈശോയെ പ്രതി തടവറയിൽ അടക്കപ്പെട്ടപ്പോൾ ലോകം മുഴുവനും ഈ സിസ്റ്റേഴ്സിനെ അറിഞ്ഞില്ലേ? അവരാരാണ്? അവർ ജീവിക്കുന്ന സുവിശേഷമായി, അവർ സദ്വാർത്തയായി. ഇത് ചെയ്ത ആൾക്കാരോ പത്രവാർത്തയായി. അവരൊരുക്കിയ കെണിയിൽ അവർ വീണിരിക്കുകയാണ്. ബാക്കി പത്രം നമുക്ക് ചിന്തിക്കാം പിന്നീട് എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും സദ്വാർത്തയാകണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പത്രവാർത്തയാകരുത്, സദ്വാർത്തയാകണം, സുവിശേഷമാകണം, സുവിശേഷമാകണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ബലിയർപ്പിക്കണം. രണ്ടാമത് ദിവ്യകാരുണ്യം ജീവകാരുണ്യമായിട്ട് മാറണം. മറിയം വചനം വഹിച്ച സക്രാരിയായിട്ട് പോവുകയാണ് ശുശ്രൂഷ ചെയ്യാൻ. മാതാവിൻ്റെ ജീവിതത്തിൽ മാതാവ് വീട് പണിത ആളാണ്. ശുശ്രൂഷയുടെ വീട്. ഇളയമ്മയെ ശുശ്രൂഷിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിൽ പ്രായമായവരെ ആദരിക്കുന്നുവോ അവഗണിക്കുന്നുവോ? സ്വത്തുണ്ടെങ്കിൽ ആദരിക്കും, ഇല്ലെങ്കിലോ അഗതികളുടെ മന്ദിരത്തിൽ കൊണ്ടുപോയി ആക്കും. അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രസക്തി. അപ്പോൾ ഇന്നത്തെയൊക്കെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം. അതാണ് ശുശ്രൂഷയുടെ വീട്. 2
പരിപാലനയുടെ വീട്. മാതാവ് കാനായിലെ കുറവ് നിറവാക്കി മാറ്റിയത് എങ്ങനെയാണ്? മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവരെ അനുഗ്രഹിക്കുകയാണ്. മൂന്നാമത്തത് ശരണമായി മാറി. ഈശോ മരിക്കാൻ കിടക്കുമ്പോൾ ആ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ശക്തിപ്പെടുത്തിയ പരിശുദ്ധ അമ്മ. പിന്നെ ആശ്വാസത്തിൻ്റെ വീടാണ്. ചിതറിപ്പോയ പതറിപ്പോയവരെയൊക്കെ സെഹിയോൻ മാളിക മുകളിൽ വിളിച്ചുകൂട്ടി പ്രാർത്ഥിച്ചു. പെന്തക്കോസ്ത അനുഭവം ഉണ്ടായി. അവർക്ക് ധൈര്യവും സ്ഥൈര്യവും പകർന്നു കൊടുത്ത മാതാവിനെ പോലെ മോഡലാകണം. അപ്പോൾ ശുശ്രൂഷയുടെ പാത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ്. നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടി. എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് കർത്താവ് ചോദിക്കില്ല. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. എപ്പോഴാണ് കർത്താവ് ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ? അതാണ് ദിവ്യകാരുണ്യം, ജീവകാരുണ്യം ആയി മാറണം. ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. എങ്കിൽ മാത്രമേ സ്വർഗം പുൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് സെയിൻറ്റ് ആന്നി ചെയ്തത്. സെയിൻറ്റ് ആന്നി പാവപ്പെട്ട വ്യക്തികളെ മറ്റുള്ളവരിലൂടെ സഹായിച്ച, ഹ്രസ്വമായ ജീവിതം കൊണ്ട് അനശ്വരമായ വിശുദ്ധി നേടിയ സെയിൻറ്റ് ആന്നിയുടെ ജീവിതം അതുതന്നെയാണ്. മാതാവിൻ്റെ ജീവിതം വിളിച്ചിട്ടല്ല, പറഞ്ഞിട്ടല്ല, അറിഞ്ഞു ചെയ്യുന്ന ജീവിതമാണ്. മൂന്നാമത്തേത്, ഒരു ബെത്ലഹേം ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണം. അതായത് അടിച്ചു പൊളിച്ച് ജീവിക്കരുത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾക്ക് 1 കിലോ അരിയുടെ വില അറിയാമോ? പഞ്ചസാരയുടെ വില അറിയാമോ? ഉപ്പിൻ്റെ വില അറിയാമോ? മുളകിൻ്റെ വില അറിയാമോ? നിങ്ങൾ അവന് വാങ്ങിച്ചു കൊടുത്ത ജീൻസും ഷർട്ടിൻ്റെ വില അറിയാമോ? അവളിട്ടിരിക്കുന്ന ചുടിദാറിൻ്റെ വില അറിയാമോ? ഇത് പഠിപ്പിക്കണം. ഞങ്ങൾ 5 മക്കളാണ്. ഒരു ചോറ് താഴെ പോയി എടുത്ത് കഴിക്കണമെന്ന് പറയും. ഞങ്ങളെ കടയിൽ വിടും. ഞങ്ങൾക്കറിയാം 1 കിലോ അരിയുടെ വില. ഇപ്പോൾ എന്തു പറ്റി? വളർത്തി ചമ്പാക്കി കളഞ്ഞു. വിലയൊന്നും അറിയാൻ പാടില്ല, വാരിക്കോരി കൊടുക്കുകയല്ലേ. വഴി നിറയെ സ്റ്റുഡിയോയാണ്. സ്റ്റുഡിയോയിലേക്ക് പോയി മേടിക്കും, അവിടെ വേറെയിലേക്ക് പോകും. ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ജന്മദിനം വന്നാൽ പോലും ഒരു കേക്ക് മുറിക്കുകയോ അല്ലെങ്കിൽ ഒരു വസ്ത്രം വാങ്ങിച്ചു തന്നില്ല. ഇപ്പോൾ കാലഘട്ടം മാറി. ജന്മദിനം 5 പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്ത കേസുകളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കല്ലേ. ചില സ്ത്രീകളുണ്ട്, ഭർത്താവ് ഗൾഫിലാണ്, എന്നിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛാ കഷ്ടപ്പെട്ട് ഞാൻ അയച്ച പണമെല്ലാം അവൾ ദൂർത്തടിച്ച് തീർത്തു വച്ചാ, ഇപ്പോൾ ഒന്നുമില്ല അച്ഛാ, കരയണേൻ. മറിച്ച് വേറെ ഒരു വ്യക്തി എനിക്കറിയാം, 18 വർഷമായിട്ട് ഭർത്താവ് കൊടുത്ത പണത്തിൽ നിന്ന് മാറ്റിവെച്ചു, ഭർത്താവ് പോലും അറിയാതെ. എന്നിട്ട് ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യ പറഞ്ഞു, ചേട്ടാ ക്ഷമിക്കണം, ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല, ഞാൻ വളരെ പിശിയാണ് എല്ലാം ചെയ്തത്. 4 കൊല്ലം കഴിയാനുള്ള പണമുണ്ട് ചേട്ടാ, ധൈര്യമായിട്ടിരിക്കും. ചേട്ടന് കർത്താവ് തന്നിട്ടില്ലേ കഴിവ്, എഴുതി ചേട്ടാ. അങ്ങനെ ആ ചേട്ടൻ എഴുതി, നല്ലൊരു നോവൽ എഴുതി, അതിന് ബെസ്റ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്കൊരു ചെറുപ്പക്കാരനെ അറിയാം, അവൻ ബൈക്കിന് ചെത്തി നടക്കണേനും. അപ്പനെവിടെയാണ്? പെട്രോൾ ബങ്കിലാണ് ജോലി. വിദേശത്ത് പെട്രോൾ ബങ്കിൽ ആരും നിൽക്കില്ല, അവിടെ പൈസ ഇട്ടിട്ട് ഇടും. അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാരാണ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ഇറ്റലിയിലെ, ഇവൻ്റെ അപ്പം ഭിക്ഷക്കാരനാണ്, പെട്രോൾ കമ്പനിയിൽ ജോലിയെന്ന്. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഞാൻ തെണ്ടിയാണ്, കൈനീട്ടിയാണ് അയച്ചത്, ഇവിടെ അടിച്ചു പൊളിക്കണേ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടിലെ എന്ത് വരവ് എന്ത് ചിലവെന്ന് അറിയണം. അത് ബെത്ലഹേം ജീവിതശൈലി. ഇനി ചില ഏട്ടന്മാർ ഈ കടമൊക്കെ എടുത്തിരുന്നാൽ പറയൂല, എഴുതി വയ്ക്കണം, എപ്പോൾ അടിച്ചു പോകുമെന്ന് പറയാൻ പറ്റില്ല. കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീഴണേണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എഴുതി വെക്ക്, ലോൺ എടുത്തിട്ടുണ്ട്, ഇത്ര വാങ്ങിച്ചിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട്, എഴുതി വെക്ക്. അതുപോലെ തെളിവും വേണം. അപ്പനാണെങ്കിൽ എണ്ണ മേടിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ രേഖ വേണം. 200 രൂപയുടെ മുദ്ര പേപ്പറിൽ എഴുതി മേടിക്കണം, ഇന്ന തീയതിയിൽ സാക്ഷി വെച്ച് ഇത്ര ഗോൾഡ് കൊടുത്തു അല്ലെങ്കിൽ പൈസ കൊടുത്ത് എഴുതി മേടിക്കണം. ഇതൊന്നും മേടിക്കില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അച്ഛാ 10 ലക്ഷം രൂപ മകളുടെ കല്യാണത്തിന് വേണ്ടി ഒരു രേഖയില്ലാണ്ട് കൊടുത്തതാണ്. എൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏത് പണം, എവിടുത്തെ പണം, കൊണ്ടേ കേസ് കൊടുക്കും. വേറൊരു സഹോദരി അറിയാം, ഏകദേശം 35 പവൻ സ്വർണ്ണമാണ്, ലോക്കറിൽ വയ്ക്കാതെ എന്നെ വിളിച്ച് കാണിച്ചതെന്ന് വെച്ചാൽ തെളിവ് ഇത് മാത്രമേ ഉള്ളൂ. മതിൽ തുറന്നിട്ട് അതിൻ്റെ അകത്താണ് പൊതിഞ്ഞ് ഗോൾഡ് വെച്ചത്, പ്ലാസ്റ്റർ ചെയ്ത്. അത് തൻ്റെ സഹോദരൻ ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോൾ എടുത്തു കൊടുത്തു, ഒന്നും എഴുതി വാങ്ങിച്ചില്ല. ആകെയുള്ള ഒരു തെളിവ് ആ മതിൽ മാത്രമാണ്. എന്നെ കാണിച്ച് കരയായിരുന്നു. അപ്പോൾ ഓർക്കണം, ബെത്ലഹേം ജീവിതശൈലി എന്നൊക്കെ പറയുമ്പോൾ പണപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ ബഡ്ജറ്റിങ് വേണം, കണക്കെഴുതണം, എന്ത് വരവ് എന്ത് ചിലവ്, ഇത് ആവശ്യമാണ്. 4-മത്തേത് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. ഞാനൊരു അപ്പനാണ്, അമ്മയാണ്, യുവാവാണ്, യുവതിയാണ്, ഒരു വൈദികനാണ്, സന്യാസിയാണ്. നമ്മളെ ഏൽപ്പിച്ചേക്കണ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യണം.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ റോള് തന്നിട്ടുണ്ട്. അതാണ് മക്കളെ സൂക്ഷിക്കണമെന്ന് കവിതയിലെ അമ്മ പറയുന്നത്. സൂക്ഷിക്കണേ, എപ്പോൾ വിളിക്കുമെന്ന് പറയാൻ പറ്റില്ല. വിളിക്കുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, ജാഗരൂകരായിരിക്കുവിൻ. ജാഗ്രത എന്ന് പറയുന്നത് ഉറക്കത്തിൽ പോലും ഉള്ളിലുണ്ടാവേണ്ട ഉണർവാണ്. ആ ഉറക്കത്തിൽ പോലും ഉള്ളിലുണ്ടാവേണ്ട ഉണർവാണ്. കർത്താവ് ഭോഷനായ ധനവാനെക്കുറിച്ചും അതുപോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞതും ധനവാന്റെ ലാസറിൻ്റെ ഉപമയും 10 കന്യകമാരുടെ ഉപമയിലൂടെയൊക്കെ പറഞ്ഞേക്കണത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ വിളിക്കുമെന്ന് അറിയാൻ പാടില്ല. നമ്മൾ ഒരുങ്ങിയിരിക്കണം, ജാഗരൂകരായിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. അവസാനമായിട്ട് കൈമോശം വന്ന കർത്താവിനെ കണ്ടെത്തണം. നമുക്ക് ഒത്തിരി കൈമോശം വന്നു പോയില്ലേ? എന്തെല്ലാം പതിവുകളാണ്, പൈതൃകങ്ങളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നത്. നമ്മൾ സ്തുതി പറയുമായിരുന്നല്ല, ഇപ്പം സ്തുതി പറയുന്നുണ്ടാ? നിർത്തി. കാരണവരെ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നല്ലോ, എഴുന്നേറ്റ് നിൽക്കണ്ട. വീട്ടിലെ മക്കൾ എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പനോട് പറയുന്നുണ്ടോ? പറയണില്ല. ഒരു സിനിമാക്ക് പോകണമെങ്കിൽ ചോദിക്കുമായിരുന്നു, ചോദിക്കുന്നുണ്ടോ? കളിക്കാൻ പോകുമെന്ന് പറയുന്നുണ്ട്, ചോദിക്കാറുണ്ടോ? കൈമോശം വന്നു പോയി. ഒരുപാട് പൈതൃകങ്ങൾ, ഒരുപാട് പാരമ്പര്യങ്ങൾ കൈമോശം വന്നു പോയി. ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ അവർ വേണ്ട. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നൊരു ന്യൂസാണ്, അമ്മായിയപ്പൻ ചോദിക്കുന്നതാണ്, അവിടെ അതുണ്ടോ ഇതുണ്ടോ, ഓൾഡ് ഫർണിച്ചർ ഉണ്ടോയെന്ന്. വീട്ടിൽ ഓൾഡ് ഫർണിച്ചർ ഉണ്ടോയെന്ന്. ആരെ ഉദ്ദേശിക്കണം? പ്രായമായ അപ്പനും അമ്മയും ഉണ്ടെന്നു. ഓൾഡ് ഫർണിച്ചർ. അങ്ങനെയൊക്കെയായി പ്രയോഗങ്ങൾ. അപ്പോൾ ഓർക്കണം, നമ്മൾ കൈമോശം വന്നു പോയ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താ കൈമോശം വന്നു പോയത്? കുടുംബ പ്രാർത്ഥന, പരിശുദ്ധ കുർബാന, കുമ്പസാരം, അതുപോലെ തന്നെ ബന്ധങ്ങൾ, ഇതെല്ലാം കൈമോശം വന്നു പോയി. ഇതെല്ലാം വീണ്ടെടുക്കണം. അപ്രകാരം നമ്മൾ ഈ 5 പാതയിലൂടെ പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം പുൽകാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം സ്വർഗത്തിൽ ഉടലോടെ എടുത്ത മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും അന്തോണീസിൻ്റെ ആ ജന്മദിനവും നമുക്ക് ഉൾപ്രേരണ നൽകട്ടെ. നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് മതേതര രാഷ്ട്രമാണ്, ഒരുപാട് പൗരാവകാശമൊക്കെ ഉണ്ട്. ഇതൊന്നും ഭത്സിക്കാതെ, അത് നശിപ്പിക്കാതെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ഭരണാധിപന്മാർക്ക് ജ്ഞാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ദിവസം ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കവിതയിൽ മക്കളെ സൂക്ഷിക്കണേ, മൺകുടം ഉടച്ചു കളയല്ലേ, മൺകുടം ഉടച്ചു കളഞ്ഞാൽ കുടത്തിൻ്റെ കടമ എങ്ങനെ കൊടുത്തു വീട്ടും എന്നുള്ള ശബ്ദം ഞങ്ങളുടെ മനസാക്ഷിയിൽ മുഴങ്ങാൻ കൃപ നൽകണമേ. വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ മാധ്യസ്ഥ്യം വഴി ഞങ്ങളുടെ ഭാരതത്തെയും, ഞങ്ങളുടെ ഭാരത സഭയെയും, ഞങ്ങളുടെ കേരളത്തെയും, ഞങ്ങളുടെ കുടുംബത്തെയും, ഞങ്ങളുടെ ഇടവകയെയും, ഞങ്ങളുടെ വികാരിയച്ഛനെയും, കുടുംബ യൂണിറ്റുകളെയും, അയൽവാസികളെയും, ബന്ധുമിത്രാദികളെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സുദിനത്തിൻ്റെ പ്രാർത്ഥനകൾ, നന്മകൾ, ആശംസകൾ.